നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്ന് ഇന്നറിയാം. ധവളപത്രം ഇന്ന് നിയമസഭയിൽ വയ്ക്കാൻ പോവുകയാണ്. കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതി തയ്യാറാക്കിയ ധവളപത്രത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അധികാരത്തിലെത്തിയാൽ ധവളപത്രം പുറത്തിറക്കുമെന്ന് UDFൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നുവല്ലോ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന ചെലവ് കണക്കുകൾ, അതുപോലെ വരുമാന ചോർച്ച, അത് പ്രധാനമാണ്, നികുതി പിരിവിലെ വീഴ്ചകൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകൾ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. നോക്കാം. മറ്റൊരു വാഗ്ദാനം KSRTCയിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്രയായിരുന്നല്ലോ. അത് എങ്ങനെ നടപ്പാക്കും എന്നതിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുക്കുമെന്നും കേൾക്കുന്നുണ്ട്. ലോക വാർത്തകളിലേക്ക് വന്നാൽ പശ്ചിമേഷ്യയിൽ തന്നെയാണ് കണ്ണുടക്കുക. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ നോക്കാം. ഇറാനുമായുള്ള യുദ്ധത്തിൽ ട്രംപിന് തിരിച്ചടി. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ലഭിക്കും വരെ ആക്രമണം നിർത്തിവെക്കണമെന്ന് ജനപ്രതിനിധി സഭ. പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾ തടയണമെന്ന പ്രമേയത്തിന് അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ പ്രത്യാക്രമണവുമായി ഇറാൻ. തകർത്തത് അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ. കേരളത്തിൽ കാലവർഷം ഇന്ന് എത്തിയേക്കും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ കനത്ത മഴയെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഇന്നറിയാം. ധവളപത്രം ഇന്ന് നിയമസഭയിൽ. രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗം ധവളപത്രത്തിന് അന്തിമ അംഗീകാരം നൽകും. 10 വർഷത്തെ വരവ് ചെലവ് കണക്കുകളും കിഫ്ബിയുടെ പ്രവർത്തനവും വ്യക്തമാക്കും. നന്ദി പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്ന്. സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് നെൽകർഷകർ. നെൽവില 35 രൂപയായി ഉയർത്തണമെന്ന് കർഷകർ. സംഭരിക്കുമ്പോൾ തന്നെ വില നൽകാൻ റോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തണമെന്നും നെല്ലിന്റെ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള കൊടുമണിലെ റവന്യൂ ഭൂമി ശബരി വിമാനത്താവള പദ്ധതിക്ക് അനുയോജ്യമെന്നും വിലയിരുത്തൽ. കുടിയൊഴിപ്പിക്കലുകൾ ആവശ്യമില്ലാത്ത പദ്ധതി ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ. തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാന മഹോത്സവം തുടരുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹവർഷം തേടി ഭക്തജന പ്രവാഹം. രാവിലെ 11-ന് വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPM-ഉം CPI-യും. CPI-യുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരുന്ന് പ്രതിഷേധം അറിയിക്കണമെന്ന് ഒരു വിഭാഗം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനികാധികാരങ്ങൾ തടയുന്നതിനുള്ള പ്രമേയം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള US ജനപ്രതിനിധി സഭ പാസാക്കിയിരിക്കുകയാണ്. 208 വോട്ടുകൾക്കെതിരെ 215 വോട്ടുകൾ നേടിയാണ് സഭയിൽ പ്രമേയം വിജയിച്ചത്. 4 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു. US പാർലമെന്റായ കോൺഗ്രസ് ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കുകയോ സൈനിക ശക്തി ഉപയോഗിക്കാൻ പ്രത്യേക അനുമതി നൽകുകയോ ചെയ്യാത്ത പക്ഷം ഇറാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കാൻ പ്രമേയം പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെടുന്നു. നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും ഒരുപോലെ പാസ്സാകണം. യുദ്ധാധികാര പ്രമേയങ്ങൾ കോൺഗ്രസ് പാസാക്കിയാൽ പോലും അവ ഭരണഘടനാപരമായി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ ഇന്ന് പുറത്തിറക്കാൻ പോവുകയാണ്. രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്ന് അംഗീകരിക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. വരവ് ചെലവ് കണക്കുകളും സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ നിർദ്ദേശങ്ങളും ധവളപത്രത്തിൽ ഉണ്ടാകും. കിഫ്ബിയുടെ മുന്നോട്ടുള്ള പോക്കിലും വ്യക്തത വരുത്തും. അതുപോലെ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിലെ വിശദാംശങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. ഓർഡിനറി ഫാസ്റ്റ് ബസ്സുകളിലടക്കം യാത്ര സൗജന്യമാക്കും. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ സാമ്പത്തിക സ്ഥിതി അത് എങ്ങനെയാണ്? ഖജനാവ് ശൂന്യമാണ് അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു വ്യക്തമായൊരു ചിത്രം അത് ഇന്നിപ്പോൾ മേശപ്പുറത്ത് വയ്ക്കുന്ന സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന ധവളപത്രത്തിൽ നിന്നും മനസ്സിലാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ?
മായ, തീർച്ചയായും. കാരണം സംസ്ഥാനത്ത് എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് പുറത്തിറക്കുന്ന സംസ്ഥാനത്തിന്റെ ധവളപത്രമാണ്. കാരണം ഈ വി ഡി സതീശൻ സർക്കാർ അധികാരമായിട്ട് വന്ന് തന്നെ പറഞ്ഞതാണ് ധവളപത്രം പുറത്തിറക്കുമെന്ന്. കാരണം ഒരു സംസ്ഥാനം 10 വർഷത്തിന് ശേഷം വേറൊരു മുന്നണി ഭരണത്തിൽ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ 10 വർഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏത് രീതിയിലാണ് മുന്നോട്ട് പോയതും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനമെന്ന് ഇടതുമുന്നണി ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചതും കോടതിയിൽ വരെ കേസായി പോയതും പലപ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധിയെ തുടർന്ന് പലപ്പോഴും പല പദ്ധതികൾ വെട്ടിച്ചുരുന്നു, ട്രഷറി സ്തംഭനം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അറിയാം, സാമ്പത്തികമായി കേരളത്തിന്റെ അവസ്ഥ മെച്ചമല്ല. സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയുമായിരുന്നു കഴിഞ്ഞ 10 വർഷമൊക്കെ തന്നെ കടന്നുപോയത്. വിവിധ കാരണങ്ങളാണ് അത്. ഭരണമുന്നണിയായാലും പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയായാലും ഒക്കെ തന്നെ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭരണം മാറി വരുമ്പോൾ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ധവളപത്രം പുറത്തിറക്കുമെന്ന് തന്നെ സർക്കാർ ധൈര്യപൂർവ്വം പറഞ്ഞു. ആ ധവളപത്രമാണ് ഇന്ന് പുറത്തിറങ്ങുന്നത്. നമുക്കറിയാം, ക്യാബിനറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന സാമ്പത്തിക വിദഗ്ധൻ KM ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ വെച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇതിനോടകം തന്നെ സർക്കാർ പഠിച്ചു കഴിഞ്ഞു. ആ വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ധവളപത്രം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നു. ഈ ധവളപത്രത്തിന് അംഗീകാരം നൽകും. അതിനുശേഷം നിയമസഭയിൽ ഇത് മേശപ്പുറത്ത് വെക്കുന്നത് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ് നിയമസഭയിൽ ഇത് മേശപ്പുറത്ത് വെക്കുന്നത്. അപ്പോഴാകും ഇതിൽ എന്താണ് ഈ ധവളപത്രത്തിൽ സർക്കാർ പറയുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം ഉണ്ടാകുന്ന ധനവിനിയോഗത്തിന്റെ കൃത്യമായൊരു കണക്ക് ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. അതായത് ആഭ്യന്തരമായ സംസ്ഥാനത്തിന്റെ വരുമാനം എത്രയായിരുന്നു, ആഭ്യന്തര നികുതിയിൽ എവിടെയെങ്കിലും നികുതി പിരിവിൽ എത്രത്തോളം കാര്യക്ഷമമായിരുന്നു, നികുതി പിരിവിൽ എവിടെയെങ്കിലും ചോർച്ചയും വീഴ്ചയും വന്നിട്ടുണ്ടോ, ഇനി സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ നീക്കിയിരിപ്പ് എത്രയാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല, ഈ 10 വർഷം സാമ്പത്തികമായി തന്നെ സർക്കാരിനുണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങളിലുണ്ടായിരുന്ന വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടും. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഹിതമൊക്കെ ഒരു സംസ്ഥാനം എന്ന നിലയിലും അല്ലാതെയുമൊക്കെയുള്ള സാമ്പത്തികമായ പദ്ധതികളും പാക്കേജുകളും കേന്ദ്രത്തിന് ഈ 10 വർഷം എങ്ങനെ ഏത് രീതിയിൽ കിട്ടി, അത് എങ്ങനെയൊക്കെ സംസ്ഥാനം വിനിയോഗിച്ചു, എവിടെയൊക്കെയാണ് അതിൽ ബാധ്യത വീഴ്ച വന്നത്, ഒപ്പം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതങ്ങൾ കിട്ടുന്നതിൽ ഏതെങ്കിലും രീതിയിൽ കുറവ് വന്നിട്ടുണ്ടോ, ഇതടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ സർക്കാരിന് പറ്റും, സാമ്പത്തിക പരിഷ്കരണ നിർദ്ദേശങ്ങൾ അടക്കം തന്നെ ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. അതിനിടയ്ക്ക് ഈ കിഫ്ബി ഉണ്ടല്ലോ, കിഫ്ബിയുടെ മുന്നോട്ടുള്ള പോക്ക് അതിലെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതും പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും. കാരണം ഈ കിഫ്ബി എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അതൊരു ബാധ്യതയായിരുന്നു. കിഫ്ബിക്കെതിരെ നിയമ പോരാട്ടം നടത്തിയതും CAG റിപ്പോർട്ട് വരെ എത്രയോ വട്ടം നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ട് വരെ കിഫ്ബിയുടെ ആ മസാല ബോണ്ടിന്റെ വിവാദം അടക്കം നമുക്കറിയാം. കിഫ്ബിയുടെ ഈ നോംസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തന്നെയും RBIയുടെ റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നതല്ല, മാത്രമല്ല കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമാണ് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ നിയമ പോരാട്ടമൊക്കെ നടത്തിയതാണ് കിഫ്ബിയെ ചൊല്ലി. അപ്പോൾ പ്രതിപക്ഷത്തായിരുന്ന UDF വന്ന് കിഫ്ബിക്കെതിരെ വിമർശനം ഉന്നയിച്ചതാണ്. കിഫ്ബി ആയിരുന്നു സർക്കാരിന്റെ ഒരു ബാധ്യത എന്ന രീതിയിൽ അന്ന് പ്രതിപക്ഷത്തിൽ UDF പറഞ്ഞു. സ്വാഭാവികമായും അവർ ഭരണപക്ഷത്ത് വരുമ്പോൾ സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ നട്ടലൊടിക്കാനുള്ള ഒരു പ്രധാന കാരണമായി കിഫ്ബിയെ അന്നും ഇന്നും UDF ഉയർത്തിക്കാട്ടിയിരുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, കിഫ്ബിയിൽ ഒരു പിടിമുറുക്കുന്നു സർക്കാർ. മാത്രമല്ല, കിഫ്ബിയിലെ ജീവനക്കാരുടെ എണ്ണം നോക്കുന്നു, ആ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു. കിഫ്ബിയുടെ പദ്ധതികളിൽ പോലും ഇനി മുന്നോട്ടുള്ളത് എങ്ങനെ ആയിരിക്കണമെന്ന് വിശദമായി തന്നെ പഠിക്കുകയാണ്. അത് ഈ KM ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി പഠിച്ച പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചാൽ ഉറപ്പായും കിഫ്ബി ഇനി എങ്ങനെ മുന്നോട്ട് പോകും, കിഫ്ബിയെ എങ്ങനെ നിലനിർത്താം. പക്ഷേ കിഫ്ബിയെ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്ന് പ്രതീക്ഷിക്കുക വേണ്ട. കാരണം കിഫ്ബിയെ അങ്ങനെ പൂർണ്ണമായി പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം കിഫ്ബി ഏറ്റെടുത്ത പദ്ധതികൾ നിരവധി ലക്ഷക്കണക്കിന് പ്രോജക്റ്റുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതൊന്നും പാതി വഴി നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? അപ്പോൾ കിഫ്ബിയുടെ അനാവശ്യമായ ചിലവുകൾ ഒരു ഭാഗത്തുണ്ട്. കാരണം ഈ ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്നു. അപ്പോൾ ഈ അനാവശ്യമായ ഒഴുക്കൾ ഉൾപ്പെടെ തടഞ്ഞ് കിഫ്ബി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതോ ആ കിഫ്ബിയിൽ എങ്ങനെയാകും പിടിമുറുക്കുക, കിഫ്ബിയുടെ മുഴുവൻ പദ്ധതികൾ എങ്ങനെ മുന്നോട്ട് പോകും, ഇതൊക്കെ തന്നെ ഇന്ന് പുറത്തിറക്കുന്ന ധവളപത്രത്തിൽ ഉറപ്പായും വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ക്യാബിനറ്റിൽ ഈ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത, അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, അതൊക്കെ അതിലൊക്കെ ഒരു തീരുമാനം അത് പ്രതീക്ഷിക്കാം ഇന്നത്തെ ക്യാബിനറ്റിൽ.
അതെ, ഇന്ന് രാവിലെ 8 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നു. കാരണം 9 മണിക്ക് നിയമസഭയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം ഈ ധവളപത്രത്തിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് രാവിലെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ആ മന്ത്രിസഭാ യോഗത്തിലാണ് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് ഇതിനു മുമ്പ് ചേർന്ന 3 മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തില്ല. പക്ഷേ ഇന്ന് അത് ചർച്ച ചെയ്യും. കാരണം 15-ാം തീയതി മുതൽ യാത്ര പ്രാബല്യത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ആ വിശദാംശങ്ങൾ നമുക്ക് പ്രധാനമായി ജനങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ വ്യക്തത സർക്കാർ അതിൽ വരുത്തേണ്ടത്, ഏതൊക്കെ ബസ്സുകളിലാണ് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നമുക്കറിയാം, ആ ബസ്സുകളിലൊക്കെ ഉണ്ടോ, അത് മുഴുവൻ സ്ത്രീകൾക്കുമുണ്ടോ, ഇതിനൊരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായം വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവരെ പരിഗണിക്കുന്നുണ്ടോ, എങ്ങനെയാണ് എന്നതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. സൗജന്യയാത്ര എന്ന് മാത്രമേ സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ തന്നെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ആ നിർദ്ദേശങ്ങൾ ഇതിനകം സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇന്ന് മന്ത്രിസഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും അതിനൊരു അംഗീകാരം അന്തിമമായി നൽകുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തിറക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർഡിനറി ബസ്സിലും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും അടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് തന്നെയാണ്. പ്രത്യേക ഏജ് ഗ്രൂപ്പ് ഉണ്ടാവുകയില്ല എന്നൊക്കെ തന്നെയാണ്. അതിൽ നമുക്ക് ചില വിശദാംശങ്ങൾ വ്യക്തമല്ല, പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെ തന്നെയാണ്. മായ അൻഫിട്ട്, ഈ ഭരണപക്ഷത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നടപടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അതൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷത്ത് വലിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്, അൻഫിട്ട് പലപ്പോഴും ലൈവൊക്കെ തന്ന കാര്യമാണ്. ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPM-ഉം CPI-യും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇനി അത് എങ്ങനെയാണ്? ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുകയല്ലേ, അവരുടെ ഒരു തീരുമാനം അത് എങ്ങനെയായിരിക്കും? അതായത് ഇന്ന് ചേരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായകം തന്നെയാണ്. മായ, കാരണം ഇന്നലെ നമുക്കറിയാം ഉഭയകക്ഷി ചർച്ച വരെ എത്തിയതാണ്. അതായത് MV ഗോവിന്ദനും ബിനോയ് വിശ്വവും തമ്മിൽ AK സെന്ററിൽ കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം അവതരിപ്പിച്ചതാണ്. കാരണം അങ്ങനെയെങ്കിലും ഈ പ്രശ്നം രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ എന്ന്. പക്ഷേ ആ ഉഭയകക്ഷി ചർച്ചയിൽ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അത് വിട്ടു നൽകാനാവുകയില്ല എന്ന് CPM-ഉം അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. മുഖത്ത് നോക്കി തന്നെ ബിനോയ് വിശ്വത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നാൽ ബിനോയ് വിശ്വമാകട്ടെ ഇനി അതിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം പരസ്യമായി കഴിഞ്ഞു ഈ വിഷയം. ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചതൊക്കെ പരസ്യമായി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് പുറകോട്ട് പോകുമ്പോൾ അത് CPIക്ക് വലിയ രീതിയിലൊരു നാണക്കേടും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരും പിന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഉഭയകക്ഷി ചർച്ചയിലും തീരുമാനമാകാതെ സ്ഥിതിക്ക് ഇനി അത് പ്രതിഷേധം കടുപ്പിക്കണമെന്നൊരു ആവശ്യമാണ് CPIക്കുള്ളിൽ ഉയരുന്നത്. അങ്ങനെ പ്രതിഷേധം കടുപ്പിക്കുകയാണെങ്കിൽ അവരുടെ മുന്നിലുള്ളൊരു മാർഗമെന്ന് പറയുന്നത് നിയമസഭാ സമ്മേളനത്തിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുക. പക്ഷെ അത് ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു കടുത്തൊരു തീരുമാനമായിരിക്കും. ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു എന്നതിൽ നിന്നും നൽകുന്ന സൂചന നമുക്കൊക്കെ അറിയാം. ആ മുന്നണി ഭിന്നതയുണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്, കടുത്ത ഭിന്നതയുണ്ട്. അതുകൊണ്ടാണ് മുന്നണിക്കൊപ്പം പ്രതിപക്ഷ നിരയിലിരിക്കാതെ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ UDF ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KM മാണി, കേരള കോൺഗ്രസ് മാണി വിഭാഗമൊക്കെ പ്രത്യേക ബ്ലോക്കായിരുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്കറിയാം. അത് എത്രത്തോളമാണ് ഒരു മുന്നണിയുടെ ഒരു പ്രധാന ഘടകകക്ഷി നിയമസഭയിൽ മാറിയിരിക്കുമ്പോൾ അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ഏത് രീതിയിലും ബാധിക്കുന്നു, അത് എങ്ങനെയൊക്കെ അറിയാം. പക്ഷെ അത്തരം ഒരു കടുത്ത തീരുമാനത്തേക്ക് പോകേണ്ടതില്ല എന്ന് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം പറയുന്നുണ്ട്. അത്തരത്തിൽ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടത് അങ്ങനെ വന്നാൽ LDF-ൽ അങ്ങനെ വന്നാൽ സഭയ്ക്കകത്ത് അങ്ങനെ വേറൊരു ബ്ലോക്കായിട്ടൊക്കെ ഇരുന്നാൽ അത് പരിഹസിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറും. ഭരണപക്ഷം അത് ഏറ്റെടുക്കില്ലേ? അല്ല, അതിനകത്ത് ഈ മാറി നിൽക്കും എന്നുള്ളൊരു ഭീഷണി മാത്രമേ തൽക്കാലം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ചില മുന്നറിയിപ്പുകൾ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. ഇന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ ഏറെക്കുറെ ഒരു ഇടവേളയ്ക്ക്, അതായത് ഇന്ന് അവസാന ദിവസം, അത് കഴിഞ്ഞിട്ട് നിയമസഭാ സമ്മേളനം ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ 19-ാം തീയതി ബജറ്റിന് മാത്രമേ നിയമസഭ ആരംഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു വലിയൊരു കാലയളവുണ്ട്, ഒരു ദിവസം. ആ ദിവസത്തിനുള്ളിൽ CPIയെ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രമ്യതയിലൂടെ ഈ ചർച്ച പരിഹരിക്കും. കാരണം ഇന്നെന്തായാലും അവർ ആദ്യ ദിവസത്തിൽ ബ്ലോക്ക് ആയിരിക്കില്ല. കാരണം CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അത് നിയമസഭയ്ക്ക് ശേഷമായിരിക്കും ചെയ്യുക. ചേർന്നൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ ഇനി അടുത്ത സമ്മേളനം, അതായത് ഈ ഒരു ഗ്യാപ്പ് ഇടവേളയ്ക്ക് ശേഷം ബജറ്റിനായി ചേർന്ന സമ്മേളനത്തിൽ എങ്ങനെയായിരിക്കണം എന്നൊരു നിലപാട് അവർ സ്വീകരിക്കും. പക്ഷെ അപ്പോഴേക്കും 19-ാം തീയതിയാണ് ബജറ്റ്. അപ്പോഴേക്കും CPM തമ്മിൽ പ്രശ്നമൊക്കെ രമ്യതയിലൂടെ പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി കാലാവസ്ഥയിലേക്ക് കടന്നാൽ സംസ്ഥാനത്തെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് എത്തിച്ചേരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തെക്കൻ കേരള തീരത്തോട് ചേർത്ത് തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് കാലവർഷം കേരളക്കരയിൽ തൊടുന്നത്. ഇതിന്റെ ഫലമായി ജൂൺ 8 വരെയുള്ള തീയതികളിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, കാലവർഷം ഇന്ന് എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നത്. പക്ഷേ എല്ലായിടത്തും ഒന്നും മഴ തുടങ്ങിയിട്ടില്ല. എന്താണ് രാകേഷ് ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്?
കോഴിക്കോട് പറഞ്ഞ പോലെ തന്നെയാണ് മഴ പെയ്തു കഴിഞ്ഞു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ചക്രവാത ചുഴി നേരത്തെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സൂചനകളെല്ലാം തന്നെയാണ് നൽകുന്നത്. വിവിധ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വടക്കൻ കേരളത്തിലാണ് കാര്യമായി യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയാണ് യെല്ലോ അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 6-ാം തീയതിയാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. 7-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പറയുന്നത്. ഇന്നും നാളെയുമൊക്കെയായി തന്നെ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഏതായാലും 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ആണ് ഇത്തരത്തിലുള്ള ശക്തമായ കാറ്റിനുള്ള സാധ്യത പറയുന്നത്. കാലവർഷം ഏതായാലും ശക്തമായി തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മായ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. സംഭവത്തിൽ ആളപായമില്ല. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. പാമ്പനാർ സ്വദേശി ആഗ്നൽ എന്ന ആളുടെ കെട്ടിടമാണ് ഇത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. അതിരാവിലെ 3:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3:30 മണിക്ക് ഇടിമുഴക്കം ഒരു ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ കെട്ടിടം താഴോട്ട് വരുന്നതാണ്. കെട്ടിടം താഴേക്ക് വന്ന് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉൾപ്പെടെ പതിച്ചതായിട്ട് ഇപ്പോൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന കെട്ടിട സൈഡിൽ ഇടിച്ച് നിൽക്കുകയാണ്. ഈ കെട്ടിടം അശാസ്ത്രീയമായ പിഴവ് സംബന്ധിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം താഴെ പോയത്. ഇതിൻ്റെ സർക്കാരിൻ്റെ പെർമിറ്റ് 2 സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. ഈ കെട്ടിടം ഇപ്പോൾ 5 സ്റ്റോറേജ് 5 നില കെട്ടിടമാണ് ഇപ്പോൾ താഴെ പോയിരിക്കുന്നത്. അതിൻ്റെ പിഴവ് അധികൃതർ ഇത്രയും വേഗം പരിശോധിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി ബോബൻ ചേരുകയാണ്. ബോബൻ, ഈ കെട്ടിടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് അല്ലേ? മഴ എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3:30 ദേശീയപാതയ്ക്ക് സമീപം റോഡിന് താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന 5 നില കെട്ടിടം പാമ്പനാറിൽ തകർന്നു വീണത്. കാര്യമായ മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഴ മൂലമാണ് മണ്ണിടിച്ചിലുണ്ടായി കെട്ടിടം തകർന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് അപകട കാരണം എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. പാമ്പനാർ സ്വദേശി ആഗ്നൽ എന്നയാളുടെ ഉടമസ്ഥതയിലാണ് ഇവിടെ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. പകൽ മുഴുവൻ നിരവധി തൊഴിലാളികൾ ഇവിടെ പണികളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ രാത്രിയിൽ ഇവർ മടങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എന്തായാലും ആവശ്യമായ രേഖകൾ സമ്പാദിക്കാതെയും പെർമിറ്റ് വാങ്ങാതെയുമാണ് കെട്ടിടം പണി നടന്നത് എന്ന് സമീപവാസികൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് കൃത്യമായി അറിയില്ല. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ അപകട സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണിത്. മണ്ണുമാറ്റിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ അപകടകരമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നത്. 3 നില താഴേക്ക് റോഡിന് താഴേക്കും റോഡ് നിരപ്പിൽ നിന്ന് 2 നില മുകളിലേക്കും എന്നുള്ള നിലയിലാണ് ഈ കെട്ടിടത്തിന്റെ പണി നടന്നിരുന്നത്. പുലർച്ചെ 3:30 വലിയൊരു ശബ്ദം കേട്ട് ആളുകൾ എത്തുമ്പോഴാണ് ഈ കെട്ടിടം തകർന്ന് വീഴുന്നത് കണ്ട്. വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകർന്ന് വീണിട്ടുണ്ട്. ഇപ്പോൾ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമീപവാസികളെ മാറ്റി പാർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കും. എന്തായാലും തൊഴിലാളികളില്ലാതിരുന്നത് മൂലം വലിയ അപകടം തന്നെയാണ് ഒഴിവായത്. മായ. ശരി, ബോബനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടുക്കിയിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. ആളപായമില്ല. കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുകയാണ് ഇപ്പോൾ. മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അശ്വതി പങ്കുവയ്ക്കും. അശ്വതി, കാലവർഷം ഇന്നെത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരുന്ന മുന്നറിയിപ്പ്. കൊച്ചിയിലൊരു അവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ? അശ്വതി കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. മഴയുണ്ടോ?
തീർച്ചയായും ഇവിടെ വളരെ പെട്ടെന്നാണ് മഴ പെയ്തത്. വളരെ വലിയ ഒരു മഴ ആദ്യഘട്ടത്തിൽ പെയ്തു. ഇപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. എങ്കിലും വീണ്ടും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഇടവിട്ടുള്ള ഒരു മഴയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഉള്ളത്. കൊച്ചിയിലെ നഗരപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ട് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്റ്റേഡിയം, ലിങ്ക് റോഡ്, അതുപോലെ തന്നെ പൊന്നുരുതി ഭാഗങ്ങളിലൊക്കെ തന്നെ രാവിലെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടതാണ് എപ്പോഴും കൊച്ചിയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഇത്തവണ മഴക്കാലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്താകും ഇത്തവണത്തെ മഴക്കാലം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അതിൽ ഈ കിഴക്കൻ മേഖലകളിലൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ള ഇടങ്ങൾ. എന്തായാലും നിലവിൽ ഒരു അനിഷ്ട സംഭവങ്ങളോ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വാർത്തകൾ. അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എറണാകുളം മലയിടംതുരുത്തിലെ ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ. ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, മലയിടംതുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അത് ഏറ്റെടുത്തിരിക്കുന്നു, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതിയിൽ നിന്ന് പരിഗണിക്കാൻ സാധ്യത കാണുന്നുണ്ടോ? എന്താണ് അറിയാനാവുന്നത്? മായ, ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചിട്ടുള്ളത്. അതായത് ഇന്നലെയാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി നിലവിലുള്ള ഹൈക്കോടതി ഉത്തരവ് വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതായത് ഈ മാസം 9-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഉത്തരവ് നടപ്പാക്കി, അതായത് ഇവിടുത്തെ ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം പോലീസിനും അതുപോലെ തന്നെ അഭിഭാഷക കമ്മീഷനും ഒക്കെ നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിയന്തര ഐറ്റമായിട്ട് കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഇതിൽ ഹൈക്കോടതി ഈ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹൈക്കോടതി ഒരു സാവകാശം നൽകിയിരുന്നു. അപ്പോൾ ഈ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് ആ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണ് എന്നാണ് ഈ നിലവിലെ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിലെ പ്രധാന ഹർജി 9-ാം തീയതിയാണ് പരിഗണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പെരുമ്പാവൂർ കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, അഭിഭാഷക കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മലയിടംതുരുത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയം പരിഗണിക്കണമെന്നാണ് റൂറൽ SP-യും അതുപോലെ തന്നെ തടിയിട്ടപ്പറമ്പ് SHO-യും നൽകിയിരിക്കുന്ന ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ഹർജി നിലവിൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ള ഒരു നീക്കത്തിൽ ഉള്ള ഒരു സമയത്തു കൂടിയാണ് ഇത്തരത്തിൽ പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി സർക്കാർ ഹൈക്കോടതിയെ ബോധിപ്പിക്കും. ഇന്ന് ഈ ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു അടിയന്തര സ്വഭാവമുള്ള വിഷയമായിട്ട് കണക്കാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യമായ. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. മലയിടംതുരുത്തിലെ ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചേക്കുമെന്നാണ് അറിയാനാവുന്നത്. ബംഗാളിലേക്ക് പോയാൽ ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടിയാണ്. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം മമതാ ബാനർജിക്ക് നഷ്ടമായേക്കും. അതേസമയം നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി മമതയെ ക്ഷണിക്കുമെന്ന് ഋതുപത്ര ബാനർജി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് മമത യോഗം വിളിച്ചത്. പക്ഷേ അതിൽ പങ്കെടുത്തത് 2 തൃണമൂൽ നേതാക്കൾ മാത്രമാണ്. ഈ മാറി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്താണ് പറയുന്നത്? എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ അവരുടെ ഭാഗത്തുനിന്ന്? പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി എന്ന നേതാവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നത്തിലാക്കുന്ന രീതിയിലാണ് നിലവിലെ സംഭവവികാസങ്ങൾ. ഇന്നലെ തന്നെ പാർട്ടി പിളരുകയും ഒപ്പം മമതാ ബാനർജി അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ 60 തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെയും പിന്തുണ ഋതുപ്രത ബാനർജിക്കൊപ്പമാണ്. അതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകില്ല. പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷമായി ഋതുപ്രത ബാനർജിക്ക് തുടരാനാകും. ഈ
പശ്ചാത്തലത്തിലായിരുന്നു പ്രതിസന്ധികൾ ചർച്ച ചെയ്യാൻ ഇന്നലെ സ്വന്തം വസതിയിൽ മമതാ ബാനർജി ഇന്നലെ രാത്രിയോടുകൂടി യോഗം വിളിച്ചത്. എന്നാൽ അതിൽ അഭിഷേക് ബാനർജിയും മറ്റൊരു നേതാവും മാത്രമായിരുന്നു യോഗത്തിനെത്തിയത്. അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നേതാവ് വിളിച്ച യോഗത്തിൽ കേവലം 2 നേതാക്കൾ മാത്രമായിരുന്നു ആ യോഗത്തിനെത്തിയത്. അതോടുകൂടി മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാതെ യോഗം പിരിയുകയാണ് ഉണ്ടായത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നവും പാർട്ടി സ്ഥാനവും ഉൾപ്പെടെ മമതാ ബാനർജിയിൽ നിന്ന് നഷ്ടപ്പെടാനാണ് നിലവിൽ സാധ്യതയുള്ളത്. MLA-മാർക്ക് പുറമെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും വിമതപക്ഷത്തിനൊപ്പം നിൽക്കുകയും അതല്ലെങ്കിൽ പാർട്ടി വിട്ട് BJP-യിൽ ചേരാനുമാണ് സാധ്യതയുള്ളത്. ഇതിനോടകം തന്നെ ചില മുതിർന്ന നേതാക്കളും MLA-മാരും പാർട്ടി വിട്ട് BJP-യിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന ആകെ 80 MLA-മാരാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന് ബംഗാളിലുള്ളത്. അതിൽ 60 പേരും ഋതുപ്രതാപ് ബാനർജിക്കൊപ്പം നിൽക്കുന്നുണ്ട്. 2-3 പേർ മാത്രമാണ് മമതാ ബാനർജിക്കൊപ്പം ഉള്ളത്. ബാക്കിയുള്ളവ നേതാക്കളും ചില മുതിർന്ന നേതാക്കളും BJP-യിൽ ചേരാനുമുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ മഹുവ മൊയ്ത്ര ഉൾപ്പെടെ ബംഗാളിലെ തൃണമൂലിന്റെ വനിതാ MP-മാരെ നിലവിൽ കാണാനില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണം BJP ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എവിടെയാണ് ഈ MP-മാരെല്ലാം, എവിടെയാണ് അവരുടെ പ്രതികരണം, എന്താണ് അവർ ഏത് നേതാവിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കണം എന്നുള്ളതാണ് BJP നേതാക്കൾ രാഷ്ട്രീയപരമായി തന്നെ ഉന്നയിക്കുന്നത്. ഒപ്പം നിലവിൽ നിയമസഭാ കക്ഷിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയുടെ ഉപദേഷ്ടാവായി മമതാ ബാനർജിയെ ക്ഷണിക്കും എന്നുള്ളതാണ് ഋതുപ്രതാപ് ബാനർജി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ മമതയെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നേതൃമാറ്റം അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിയെ പുലർത്തുന്ന അല്ലെങ്കിൽ നേതാക്കളെ കൂടെ നിർത്തുന്ന ഒരു നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് നിലവിൽ ഋതുപ്രതാപ് ബാനർജിയുടെ വിശദീകരണം. ഏതായാലും വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ആദ്യം ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മമതാ ബാനർജി എന്ന നേതാവിന്റെ നിലനിൽപ്പ് പോലും ചോദ്യചിഹ്നത്തിലാകുന്ന രീതിയിലാണ് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രമാണ്. മമതാ ബാനർജിക്ക് തിരിച്ചടിയുടെ കാലമാണ്. ഡൽഹിയിൽ മാളവ്യ നഗറിലെ തീപിടുത്തമുണ്ടായ ഹോട്ടൽ നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടന്നതായി പോലീസ്. അനുമതിയില്ലാതെ കൂടുതൽ റൂമുകൾ നിർമ്മിച്ചതിലും ഫയർ സേഫ്റ്റി ക്ലിയറൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിലും അഴിമതി നടന്നു. മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടായേക്കും. അറസ്റ്റിലായ ഹോട്ടൽ ഉടമ ലോകേഷ് ബജാജിനെ വിശദമായി ചോദ്യം ചെയ്യും. ഇയാളുടെ വീടുകളിലും ഓഫീസുകളിലും പോലീസ് പരിശോധന നടത്തി. സംഭവത്തിൽ 12 വിദേശികൾ ഉൾപ്പെടെ 21 പേർ മരിച്ചിരുന്നു. 37 പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാൻ കൊച്ചി സിറ്റി പോലീസിന്റെ വൻ ലഹരി മരുന്ന് വേട്ട. നഗരപരിധിയിൽ നടത്തിയ പരിശോധനയിൽ 37 പേരെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, ഈ ഓപ്പറേഷൻ തൂഫാൻ വളരെ സ്ട്രോങ് ആണ് അല്ലേ? വലിയ ലഹരിമരുന്ന് വേട്ടയാണ് കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. തീർച്ചയായും 100ഓളം കേസുകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അത് വലിയൊരു നമ്പറാണ്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് 100ഓളം കേസുകളിൽ നിന്നാണ് ഈ 37 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്രയധികം കേസുകളും ഇത്രയധികം അറസ്റ്റുകളും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലെ തൃക്കാക്കരയിലാണ് വലിയൊരു റെയ്ഡ് നടന്നിട്ടുള്ളത്. തൃക്കാക്കരയിൽ ഒരു ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ലഹരിമരുന്ന് ഇടപാടുകാരിൽ നിന്ന് ആഡംബര കാറും 1 ലക്ഷം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട്. തൃക്കാക്കരയിൽ നിന്ന് ഇതിനു മുൻപും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ വലിയ തോതിലുള്ള ലഹരി വേട്ടകൾ നടന്നിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി. കളമശ്ശേരി സ്വദേശി ആസിഫ് KM, പാലക്കാട് സ്വദേശി അർജുൻ BS, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള രതീഷ് എന്നിവരാണ് ഇന്നലെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അറസ്റ്റിലായിട്ടുള്ള 3 പേർ. 437 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടികൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്ളാറ്റിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന തുടരുന്നുണ്ട്. എന്തായാലും ഈ വിവിധയിടങ്ങളിൽ കൊച്ചി കേന്ദ്രീകരിച്ച ലഹരി വലിയ തോതിൽ വിതരണം നടക്കുന്നു എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രത്യേക ഓപ്പറേഷൻ വരുന്നത്.
കൊച്ചിയിലെ വിവിധ മേഖലകളിൽ, അത് റൂറൽ, സിറ്റി മേഖലകളിലൊക്കെ തന്നെ വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ 37 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. റൂറൽ മേഖലകളിലെ കണക്കുകളൊക്കെ വരാൻ ഇനി കാത്തിരിക്കുകയാണ്. മായ, അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഓപ്പറേഷൻ തൂഫാൻ, കൊച്ചി സിറ്റി പോലീസിന്റെ വൻ ലഹരി മരുന്ന് വേട്ടയാണ് നടന്നിരിക്കുന്നത്. UDF സർക്കാരിന്റെ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നെൽ കർഷകർ. പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ നെല്ലുവില 35 രൂപയായി ഉയർത്തുമെന്നും നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ വില നൽകാനായി റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നുമാണ് കർഷകരുടെ പ്രതീക്ഷ. നെല്ലിന്റെ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF സർക്കാരിൻ്റെ കന്നി ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നെൽകർഷകർ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. നെല്ലുവില 35 രൂപയായി ഉയർത്തുമെന്നും നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകാനായി റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നും UDF വാഗ്ദാനം ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ട പ്രഖ്യാപനങ്ങൾ ആദ്യ ബജറ്റിൽ ഉണ്ടാവുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, നെല്ലിന് 35 രൂപയാക്കുമെന്നും റിവോൾവിംഗ് ഫണ്ട് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് അതാണ്. നെല്ലിൻ്റെ പണം കിട്ടിയിട്ടില്ല, ഇപ്പോഴും മാർച്ച് 18 ശേഷം പണം കിട്ടിയിട്ടില്ല. അപ്പോൾ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഉടനെ പണം കിട്ടുന്ന സംവിധാനം ഉണ്ടാകും. അതും രണ്ടും അവർ അംഗീകരിക്കുമെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു പഠനം നടത്തി ഞങ്ങളെ കൂട്ടിച്ചേർത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നെല്ലിൻ്റെ കയറ്റിറക്കുകൂലി അടക്കം ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ ഏറ്റെടുക്കണം. അനധികൃത കിഴിവിന് സർക്കാർ കടിഞ്ഞാണിടണം. പമ്പിംഗ് സബ്സിഡി അടക്കം വിവിധ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പമ്പിംഗ് സബ്സിഡി ശരിക്കും പറഞ്ഞാൽ 12 വർഷമായി വർദ്ധിപ്പിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖ്യമന്ത്രി പുതുയുഗ യാത്രയ്ക്ക് അന്ന് പ്രതിപക്ഷ നേതാവ് വരന്തയോടെ വന്നപ്പം വളരെ വ്യക്തമായിട്ടത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ തന്നെ ഹാൻഡ്ലിംഗ് ചാർജ് 20 വർഷമായി വർദ്ധിപ്പിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഹാൻഡ്ലിംഗ് ചാർജ് സർക്കാർ വഹിക്കേണ്ടതാണ്. കൃഷിനാശമുണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം സമയബന്ധിതമായി ലഭിക്കാറില്ല. ഇതിനും സർക്കാർ നടപടി സ്വീകരിക്കണം. ഇവയടക്കം 23 ആവശ്യങ്ങൾ കോട്ടയത്തു നിന്നുള്ള കർഷകർ മുഖ്യമന്ത്രിയെയും കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് ഉന്നയിച്ചിരുന്നു. ഇത്തരം വിഷയങ്ങളിലെല്ലാം ഘട്ടം ഘട്ടമായി പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. നിലവില കാലവിളംബമില്ലാതെ ലഭ്യമാക്കുന്നതിനും കിഴിവ് തർക്കം തടയുന്നതിനും നടപടിയുണ്ടായില്ലെങ്കിൽ വീണ്ടും കൃഷി ചെയ്യാനില്ല എന്ന നിലപാടും കർഷകർ ആവർത്തിക്കുന്നു. അമൃത ന്യൂസ്, കോട്ടയം. ശബരി വിമാനത്താവള പദ്ധതിക്കായി പത്തനംതിട്ട കൊടുമൺ പ്ലാന്റേഷൻ ഭൂമിയിലേക്ക് പ്രതീക്ഷ നീളുകയാണ്. ചെറുവള്ളി എസ്റ്റേറ്റ് കേസിൽ തിരിച്ചടിയുണ്ടായ പശ്ചാത്തലത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള റവന്യൂ ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുടിയൊഴിപ്പിക്കലുകൾ ആവശ്യമില്ലാത്ത ഈ പദ്ധതിയിൽ പുതിയ സർക്കാരും അനുകൂല നിലപാടിലാണ്. വരാൻ പോകുന്ന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ചെറുവള്ളി എസ്റ്റേറ്റിലെ നിയമക്കുരുക്കുകളിൽപ്പെട്ട് ശബരിമല വിമാനത്താവള പദ്ധതി അനിശ്ചിതത്വത്തിലാണ്. ഇവിടെയാണ് പത്തനംതിട്ട കൊടുമണ്ണിലെ പ്ലാന്റേഷൻ ഭൂമിക്ക് പ്രസക്തിയേറുന്നത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള റവന്യൂ ഭൂമിയായതുകൊണ്ട് തന്നെ ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കില്ല. മാത്രമല്ല ആരെയും കുടിയൊഴിപ്പിക്കേണ്ടിയും വരുന്നില്ല. യഥാർത്ഥത്തിൽ നല്ല സ്ഥലം കൊടുക്കണം. കാരണം ഒന്ന്, ഫ്രീ ലാൻഡ്, ഒരു പൈസ പോലും കൊടുക്കാതെ സർക്കാരിന്, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സ്ഥലം എടുക്കാവുന്നതാണ് ഒന്ന്. നമ്പർ 2, കൊമേഴ്സ്യലി വളരെ നല്ലൊരു സ്ഥലത്താണ്. ഏതിലേക്കൂടെ ആയാലും വാഹന സൗകര്യമാണെങ്കിലും ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് എന്നുള്ള നിലയിലായാലും ഒക്കെ കൊടുമണ്ണാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള സ്ഥലം. കൊടുമണ്ണ് വന്നാൽ കേസുമില്ല, ആളുകൾ എവിക്ഷൻ ഒഴിപ്പിച്ചിടുന്ന പ്രശ്നമില്ല. ഭൂമിശാസ്ത്രപരമായ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലും കൊടുമൺ എസ്റ്റേറ്റ് ഏറെ മുന്നിലാണ്. ശബരിമലയിൽ നിന്നും വലിയ ദൂരെയല്ലാത്ത ഈ ഭൂമിക്ക് തൊട്ടടുത്തുകൂടിയാണ് MC റോഡ്, പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത, കായംകുളം പുനലൂർ റോഡ് എന്നിവ കടന്നുപോകുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളോ വന്യജീവികളുടെ ജീവന് ഭീഷണിയോ ഇല്ലാത്ത ഈ പ്രദേശം വിമാനത്താവളത്തിന് തീർത്തും അനുയോജ്യമാണെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടാണ് സ്ഥലം MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ, മറ്റ് നിയമ തടസ്സങ്ങൾ തന്നെ ഒന്നും തന്നെ ഇല്ലാതെ, സർക്കാരിന്, കേരള ഗവൺമെൻറ്റിന് മറ്റ് യാതൊരുവിധമായ ബാധ്യതകളും നൽകാതെ അനുയോജ്യമായ സ്ഥലത്ത് എയർപോർട്ട് വരുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് കൊടുമൺ. വർഷങ്ങളായി ആക്ഷൻ കമ്മിറ്റി, ഈ പ്രദേശ നിവാസികൾ, NRI അടക്കമുള്ള സുഹൃത്തുക്കൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ എനിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനം ഞാൻ സർക്കാരിൽ സമർപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചുകൊണ്ടും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വ്യോമയാന ചരിത്രത്തിൽ കൊടുമൺ എസ്റ്റേറ്റിന് മുൻപും ഇടം ലഭിച്ചിട്ടുണ്ട്. 1959 വനം തെളിച്ച് രൂപീകരിച്ച ഈ എസ്റ്റേറ്റുകളിൽ 2012 വരെ എല്ലാ വർഷവും
ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങിയിരുന്നു. റബ്ബർ മരങ്ങൾക്ക് തുരിശിലായിനെ തളിക്കുന്നതിനായി നെല്ലിക്കുന്ന് സി ഡിവിഷനിലും ചന്ദനപ്പള്ളി 9ാം ഡിവിഷനിലും ഹെലിപ്പാഡുകൾ സജീവമായിരുന്നു. ചുരുക്കത്തിൽ വിമാനത്താവളങ്ങൾക്ക് പറന്നിറങ്ങാനുള്ള ഭൂപ്രകൃതി ഇവിടെയുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി അടിവരയിടുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാന മഹോത്സവം 2ാം ദിവസത്തിലേക്ക്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നീളുന്ന ലളിതാ സഹസ്രനാമ അർച്ചനയോടെയാണ് ഇന്നും ചടങ്ങുകൾ തുടങ്ങിയത്. രാവിലെ 11 മണിക്ക് വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാനം എന്നിവയ്ക്ക് ശേഷം അമ്മ ഭക്തർക്ക് ദർശനം നൽകും. കഴിഞ്ഞ ദിവസം അമ്മയെ കാണാനെത്തിയത് 10,000-ങ്ങളാണ്. അവസാന ഭക്തനും ദർശനം നൽകിയാണ് അമ്മ വേദി വിട്ടത്. സമാനമായി ഇന്നും വലിയ ഭക്തജന തിരക്കുണ്ടാകും. രാവിലെ 11 മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ആത്മീയാനന്ദം പകരുന്ന ഭജന, മാനസിക ഉണർവേകുന്ന ധ്യാന പരിശീലനം എന്നിവ നടക്കും. അതിനുശേഷമായിരിക്കും ഭക്തർ കാത്തിരിക്കുന്ന ദർശന പുണ്യം. മഹോത്സവത്തോടനുബന്ധിച്ച ലളിതാ സഹസ്രനാമാർച്ചന നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിങ്ങനെ സവിശേഷമായ പൂജകളും ചടങ്ങുകളും ഇന്നും ഉണ്ടായിരിക്കും. അമൃത ന്യൂസ്, തൃശൂർ. സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സാമ്പത്തിക അഭിവൃദ്ധി ഉയർത്താനുമായി ആരംഭിച്ചതാണ് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി അമൃതശ്രീ അംഗങ്ങൾക്ക് അമ്മയുടെ നേതൃത്വത്തിൽ വസ്ത്രവിതരണം നടത്തി. അടുക്കളയിലകപ്പെട്ട സ്ത്രീകളുടെ പുനരുദ്ധാരണത്തിന്റെ മികച്ച മാതൃകയാണ് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾ. സ്ത്രീകളുടെ ചെറു സംഘങ്ങൾ ഉണ്ടാക്കി സാമ്പത്തിക സ്വാശ്രയത്വമുള്ളവരാക്കി മാറ്റുകയാണ് അമൃതശ്രീയുടെ അടിസ്ഥാന പ്രവർത്തനം. തൊഴിൽ പരിശീലനം നൽകിയും സംരംഭങ്ങൾ ആരംഭിച്ചും ആയിരക്കണക്കിന് വനിതകളാണ് അമ്മയുടെ കൃപ കൊണ്ട് സംസ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കുന്നത്. അമ്മ കാരുണ്യത്തിന്റെ കടലാണ്. ആ കടലിന്റെ കരുതലാണ് സ്വാശ്രയ സംഘത്തിന്റെ ഭാഗമായിട്ട് സാരി വിതരണം നടത്തിയത്. നമ്മൾ ഇന്നിവിടെ സ്വാശ്രയ സംഘത്തിന് സാരി വിതരണം ചെയ്തു. അത് വെറും ഒരു സാരിയല്ല, അമ്മ മനസ്സാണ്. അമ്മയുടെ ഒരു കരുതലാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കരുത്താണ്. സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് സാമ്പത്തികമായി അവരെ ഉയർത്തുക എന്നുള്ളതാണ് സ്വാശ്രയ സംഘത്തിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. തൃശൂരിലെ അമ്മയുടെ സന്ദർശനം അക്ഷരാർത്ഥത്തിൽ ഉത്സവമാകുമ്പോൾ അമൃതശ്രീ കുടുംബങ്ങളിലേക്കും അമ്മയുടെ സഹായം കൂടുതലെത്തുകയാണ്. അമൃതശ്രീ അംഗങ്ങളായ 6,000 പേർക്ക് അമ്മയുടെ നേതൃത്വത്തിൽ പുതുവസ്ത്രങ്ങൾ നൽകി ആദരിച്ചു. ആത്മീയതയ്ക്കൊപ്പം സമൂഹത്തിന്റെ നെടുന്തൂണായ വനിതകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് അമ്മ. അമൃത ന്യൂസ്, തൃശൂർ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പുണ്യ സാന്നിധ്യത്തിൽ നൃത്തവിരുന്നൊരുക്കാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിലാണ് ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ കൊച്ചുകൂട്ടുകാർ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയെ ഭക്തിസാന്ദ്രമാക്കിയാണ് ഈ കുരുന്നുകൾ അമ്മയ്ക്ക് മുന്നിൽ ചുവടുകൾ വെച്ചത്. അമ്മയുടെ കാരുണ്യക്കടലിന് മുന്നിൽ പ്രണാമമർപ്പിച്ച ഭക്തിയുടെയും കലയുടെയും ചടുലതാളങ്ങൾ കോർത്തിണക്കുകയായിരുന്നു ഈ കുരുന്നുകൾ. പരമ്പരാഗത ഗുജറാത്തി നൃത്തച്ചുവടുകളും രാധാകൃഷ്ണ പ്രണയത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങളുമെല്ലാം അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയെ ഭക്തിലഹരിയിലാഴ്ത്തി. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അമൃതവർഷിണിയായ അമ്മയുടെ തൊട്ടരികെ നൃത്തം ചെയ്യാൻ കഴിഞ്ഞത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായാണ് ഈ കുട്ടികൾ കരുതുന്നത്. അമ്മയ്ക്ക് മുൻപിൽ നൃത്തം അവതരിപ്പിക്കാൻ മാസങ്ങളായുള്ള കഠിനാധ്വാനത്തിലാണ് ഈ കുരുന്നുകൾ. കുട്ടികളിൽ പലരും ആദ്യമായാണ് അമ്മയെ കാണുന്നതും ദർശനം ലഭിക്കുന്നതും. അമ്മയെ കാണാനും നൃത്തം അവതരിപ്പിക്കാനും കഴിഞ്ഞത് ഇരട്ടി മധുരമാണെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു. ഭയങ്കര സന്തോഷം. ഞാൻ ഇതുവരെ അമ്മനെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മയുടെ മുൻപിൽ കാണണം എന്നുള്ളൂ. പക്ഷെ ഡാൻസ് കളിക്കാൻ വെച്ചൊരു ഭഗവാന്റെ അനുഗ്രഹം. 3 ടീമുണ്ട്. ഞങ്ങൾ രാധേനാച്ചെങ്കിൽ, പിന്നെ വേറെ കുട്ടികൾ ബൂത്ത്പടി, വേറൊരു നീലി ഡാൻസും ഉണ്ട്.
അമ്മയുടെ ദർശനത്തിനായി കുട്ടികളെ എത്തിക്കാനും നൃത്തം ചെയ്യിപ്പിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് കുട്ടികളുടെ നൃത്താധ്യാപകരും പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് അമ്മ തൃശ്ശൂർ വരുന്നത്. അപ്പോൾ സന്തോഷമുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം അമ്മേനെ കാണുന്നു. കുട്ടികളായാലും കുറേ വർഷമായിട്ട് കുട്ടികൾ കളിക്കാറില്ല. അപ്പോൾ കളിക്കാൻ കിട്ടിയ ചാൻസ് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി തോന്നുന്നു. ഞങ്ങൾ സെമി ക്ലാസിക്കൽ പോലെയാണ്, ഒരു ഗുജറാത്തി ഡാൻസ്, പിന്നെ ഒരു സെമി ക്ലാസിക്കലായിട്ട് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ളൊരു രാധയും കൃഷ്ണത്തിൻ്റെ ഡാൻസ്, പിന്നെ നീലിനെ കുറിച്ചിട്ടുള്ളൊരു ഡാൻസ്. ആത്മീയതയുടെയും കലയുടെയും അപൂർവ സംഗമമായി മാറിയ വേദിയിൽ കൺകുളിർക്കെ അമ്മയെ കണ്ട ആടിയും പാടിയും നിറഞ്ഞ മനസ്സോടെയാണ് ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ ഈ കുരുന്നുകൾ മടങ്ങിയത്. അമൃത ന്യൂസ്, തൃശൂർ. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ പുണ്യ സാന്നിധ്യത്തിൽ നൃത്തവിരുന്നൊരുക്കാൻ കഴിഞ്ഞതിൻ്റെ നിർവൃത്തിയിലാണ് ചാവക്കാട് അമൃത വിദ്യാലയത്തിലെ കൊച്ചുകുട്ടികൾ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയെ ഭക്തിസാന്ദ്രമാക്കി ഈ കുരുന്നുകൾ അമ്മയ്ക്ക് മുന്നിൽ ചൂടുകൾ വെച്ചു. ആ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. 6 വർഷത്തിന് ശേഷം എറണാകുളം എടപ്പള്ളി ബ്രഹ്മസ്ഥാനത്ത് എത്തുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വെള്ളിയാഴ്ച വൈകിട്ട് കൊച്ചിയിലെത്തുന്ന അമ്മയെ താന്ത്രിക ആചാര്യൻ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. 2 ദിവസങ്ങളിലും രാവിലെ 11-ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭക്തിഗാനസുധയും ധ്യാനവും തുടർന്ന് അമ്മയുടെ ദിവ്യദർശനവും ഉണ്ടാവും. ദർശനത്തിന് എത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ജൂൺ 6-7 തീയതികളിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. ശാന്തിയുടെ പ്രഭവ കേന്ദ്രമായ അമ്മ എറണാകുളത്തേക്ക് എത്തുന്നത് വളരെ സന്തോഷമുള്ള അനുഭവമാണെന്ന് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പറഞ്ഞു. സംശയങ്ങൾ വരുമ്പോൾ സമാശ്വാസത്തിൻ്റെ കിരണം എപ്പോഴും ലഭിക്കാറുള്ളത് അമ്മയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ അമ്മയുടെ സന്ദർശനം മക്കൾക്ക് ആശ്വാസമേകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ട 6-7 വർഷങ്ങൾക്ക് ശേഷം ലോകത്ത് ശാന്തിയുടെ പ്രഭവ കേന്ദ്രമായ അമ്മ അമൃതാനന്ദമയി എറണാകുളത്തേക്ക് വരുന്നു. വളരെ സന്തോഷകരമായ ഒരു പരിസ്ഥിതി. അമ്മയും നിലാവും ഉള്ള കാലത്തെ സുഖമുള്ളൂ എന്ന് പഴയ ആളുകൾ പറയും. എൻ്റെ അനുഭവവും അതാണ്. ഒരു അദ്വൈതിയും യോഗശാസ്ത്ര വിദ്യാർത്ഥിയുമായ എനിക്ക് പലപ്പോഴും സംശയങ്ങൾ വരുമ്പോൾ സമാശ്വാസത്തിൻ്റെ ഒരു കിരണം എങ്ങുനിന്നില്ലാതെ അയച്ചു കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അതിൻ്റെ പുറത്താണ് ഇത്രയും വർഷമായി കഴിഞ്ഞു പോകുന്നത്. എത്ര പ്രായമായാലും അമ്മയ്ക്ക് കുട്ടികൾ തന്നെ എന്ന് പറയാറുണ്ടല്ലോ. അമ്മയ്ക്ക് നൂനം മകൻ എത്ര വൃദ്ധനായി പോകിലും പിഞ്ചു കിടാവു തന്നെ എന്നാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തിൽ അടിയുറച്ചാണ് അമ്മ പ്രവർത്തിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ആ ചാരുതയ്ക്ക് സമസ്ത വിജയവും ആശംസിക്കാൻ ഞാൻ ആളല്ല, അത് കൊതിക്കാൻ ഞാൻ ആളാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു വഴിയിൽ അമ്മയുടെ അരികിലേക്ക് പോകാം. നമസ്കാരം. അമ്മയെ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണെന്ന് ഹൈബി ഈഡൻ MP. 6 വർഷത്തിന് ശേഷം അമ്മ വരുന്നു എന്നത് പ്രാർത്ഥനാനിരതമായ നിമിഷങ്ങൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാതാ അമൃതാനന്ദമയി ദേവി അമ്മ കൊച്ചിയിലെ ബ്രഹ്മസ്ഥാനത്ത് 6-7 തീയതികളിൽ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള അമ്മയുടെ ഭക്തജനങ്ങൾ ലോകത്തെല്ലായിടത്തും അമ്മയെ കേൾക്കാനും കാണാനും ആഗ്രഹിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്നും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണെങ്കിലും ഒരുപാട് വിദ്യാഭ്യാസ ആതുര സേവനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിലും എപ്പോഴും അമ്മയെ കാത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്ന ബ്രഹ്മസ്ഥാനത്തും ഒരിടവേളയ്ക്ക് ശേഷം അമ്മ വരുന്നു എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രാർത്ഥനാ നിർഭരമായ സന്ദർഭമാണ്. ആ വേളയിലേക്ക് എല്ലാ ആശംസകളും അതുപോലെ തന്നെ എല്ലാ നന്മകളും ഈ അവസരത്തിൽ നേരാൻ ആഗ്രഹിക്കുകയാണ്. തീപിടുത്തം പോലുള്ള വൻ ദുരന്തങ്ങളെ നേരിടാൻ അത്യാധുനിക സംവിധാനം അവതരിപ്പിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ ആദ്യ ഹൈ റീച്ച് എക്സ്റ്റൻഡബിൾ ടററ്റ്
ക്രാഷ് ഫയർ ടെൻഡർ ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിലെ പുതിയ അദ്ദി ആവുന്നത്. ഈ സംവിധാനം സ്വന്തമാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം. ഹൈറിച്ച് എക്സ്റ്റൻഡബിൾ ടററ്റ് ഘടിപ്പിച്ച റോസൻബോവർ പാന്തർ ക്രാഷ് ഫയർ ടെൻഡർ HRET എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഫയർ ഫൈറ്ററിന് പ്രത്യേകതകളേറെയാണ്. ഈ വണ്ടി മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പമ്പ് പ്രവർത്തിപ്പിക്കാം, നമുക്ക് തീ അണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തീയുടെ മുകളിൽ കൂടെ ഈ വണ്ടി നമുക്ക് ഓടിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വണ്ടിക്ക് വേണ്ടുന്ന മറ്റ് പ്രൊട്ടക്ഷനുകളും ഈ വണ്ടിയിൽ അവൈലബിളാണ്. വണ്ടി ഇതിൻ്റെ മോണിറ്റർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഫോം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 90 മീറ്റർ ദൂരത്ത് വരെ നമുക്കതിൻ്റെ ത്രോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് 1 മിനിറ്റിൽ 6000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ വണ്ടിക്കുണ്ട്. 16.5 മീറ്റർ വരെ ഉയരത്തിലേക്ക് HRET ഉയർത്താൻ കഴിയും. ഏകദേശം 5 നില കെട്ടിടത്തിന്റെ ഉയരത്തിന് തുല്യമാണ് ഇത്. ജെറ്റ് സ്പ്രേ മോഡുകളിൽ 85 മീറ്റർ വരെ വെള്ളം ചീറ്റിക്കാനും ഇതിന് കഴിയും. വിമാനത്തിന്റെ പുറംഭാഗം തുളച്ച് യാത്രക്കാരുടെ ക്യാബിനിലേക്കോ കാർഗോ വിഭാഗത്തിലേക്കോ നേരിട്ട് വെള്ളം, ഫോം തുടങ്ങിയ അഗ്നിശമന വസ്തുക്കൾ എത്തിക്കാൻ കഴിയും. ഇതിലൂടെ തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാനും അടിയന്തര സാഹചര്യങ്ങളിലെ അപകട സാധ്യത കുറയ്ക്കാനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതാണ് സാധാരണ ഫയർ ഫൈറ്റിംഗ് ടററ്റുകളിൽ നിന്നും HRET സംവിധാനത്തെ വ്യത്യസ്തമാക്കുന്നത്. വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക തെർമൽ ഇമേജിംഗ് ക്യാമറ യാത്രക്കാരുടെ ക്യാബിൻ, കാർഗോ വിഭാഗം തുടങ്ങിയ അടച്ചിട്ട വിഭാഗങ്ങളിലെ തീയും ചൂടുമേറിയ ഭാഗങ്ങളും കണ്ടെത്തും. പുറത്തുനിന്ന് കാണാത്ത തീപിടുത്തങ്ങൾ പോലും വേഗത്തിൽ കണ്ടെത്തി നിയന്ത്രിക്കാൻ ഇതിലൂടെ കഴിയും. വാഹനം സഞ്ചരിക്കുന്നതിനിടയിലും ടററ്റുകൾ പ്രവർത്തിപ്പിച്ച് തീ അണയ്ക്കാൻ കഴിയുന്ന പമ്പ് ആൻഡ് റോൾ സവിശേഷതയും ഇതിനുണ്ട്. 11,300 ലിറ്റർ വെള്ളം, 1,300 ലിറ്റർ ഫോം, 250 കിലോഗ്രാം ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ വഹിക്കാൻ ഈ വാഹനത്തിന് കഴിയും. 30 സെക്കൻഡിൽ താഴെ സമയത്തിൽ 80 കിലോമീറ്റർ വേഗത കൈവരിക്കാനും പരമാവധി 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഇതിന് സാധിക്കും. 12 കോടിയിലധികമാണ് ഇതിന്റെ വില. സുരക്ഷയ്ക്കായി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നത് ഒരു സംവിധാനത്തിന്റെ മികവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം വിമാനത്താവളം അതിന്റെ മുഖം ഹൈടെക് ആക്കുകയാണ്. ക്യാമറ പേഴ്സൺ അഭിരാമിനൊപ്പം എബിജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജൂൺ 28 നടക്കുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള 1260 കുട്ടികൾ ഉൾപ്പെടെ 5 വയസ്സിൽ താഴെയുള്ള 1,89,345 കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ അറിയിച്ചു. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകളും ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലായി 54 ട്രാൻസിസ്റ്റ് ബൂത്തുകളും അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ, മറ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി 27 മൊബൈൽ യൂണിറ്റുകളും കേന്ദ്രീകരിച്ചാവും തുള്ളിമരുന്ന് വിതരണം. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുക. ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുകയാണ്. ദിലീപ് പറയുന്നത് കേൾക്കാം. ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഇന്നലെയും നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങിയെങ്കിലും വ്യാപാരത്തിൻ്റെ അവസാനം വലിയൊരു തിരിച്ചുവരവ് ഇവിടെ പ്രകടമാവുകയും ആ നഷ്ടത്തിൻ്റെ ആധിക്യം കുറയുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചുകൾ തുടരാൻ തന്നെയാണ് സാധ്യത. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വലിയൊരു വിൽപ്പനയാണ് വിപണിയെ ഈ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നത്. IT ഓഹരികളിലാണ് ഇന്നലത്തെ വിൽപ്പന പ്രകടമായത്. 2 ദിവസം വിപണിയിൽ വലിയൊരു മുന്നേറ്റം IT മേഖലയിൽ ഉണ്ടായെങ്കിൽ കൂടിയും ഇന്നലെ ആ
നേട്ടം ഇല്ലാതാക്കുന്ന രീതിയിൽ വലിയ വിൽപ്പനയാണ് അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വിൽപ്പനയാണ് IT ഓഹരികൾ ഉണ്ടായത്. പ്രത്യേകിച്ചും TCS പോലുള്ള മുൻനിര ഓഹരികളിൽ വലിയൊരു വിൽപ്പനയ്ക്ക് കാരണമായി. എന്നാൽ ബാങ്കിങ് ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഒരു പരിധിവരെ വിപണിയിലെ ആ ഒരു വീഴ്ചയെ പ്രതിരോധിക്കാനാവുകയും ചെയ്തു. റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകനം യോഗം നടക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രതീക്ഷയാണ് ബാങ്കിങ് ഓഹരികളിൽ നിക്ഷേപ താല്പര്യത്തിന് പ്രധാന കാരണം. ഇന്നലെ മുതൽ തുടങ്ങിയ യോഗം 5-ാം തീയതി അവസാനിക്കുകയും അന്ന് അതിനുശേഷം പുതിയ പണനയം അവതരിപ്പിക്കുകയും ചെയ്യും. റിസർവ് ബാങ്കിൻ്റെ ഇത്തവണത്തെ പണനയ യോഗത്തിൽ നിരക്കുകൾക്ക് മാറ്റമില്ലാതെ തുറന്നേക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് വിപണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ രാജ്യത്തെ നിലവിലുള്ള ധനസ്ഥിതിയെ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും എല്ലാമുള്ള റിസർവ് ബാങ്കിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അവതരണം ഉണ്ടാവും. ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുകയായിരുന്നു. മറ്റ് വാർത്തകളിലേക്ക്. BSE ലിസ്റ്റഡ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് രാജ്യവ്യാപക വിപുലീകരണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ 2500 കോടിയുടെ ആസ്തി വിപുലീകരണ ലക്ഷ്യമാണ് കമ്പനിക്കുള്ളതെന്ന് CEO മനോജ് രവി അറിയിച്ചു. ഈ മാസം ഗോവയിൽ 5 പുതിയ ശാഖകൾ ആരംഭിക്കും. മുംബൈയിൽ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ജൂൺ അവസാന വാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ആസ്തി 64.39% വളർച്ചയോടെ മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 290 കോടി രൂപയിൽ നിന്നും 499 കോടിയിലേക്ക് കമ്പനി മുന്നേറ്റം ഉണ്ടാക്കി. പുതിയ സാമ്പത്തിക വർഷത്തിൽ 750 കോടി രൂപ വരെയുള്ള വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് എന്നും മനോജ് രവി പറഞ്ഞു. 64% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്തോടുകൂടി അതിൻ്റെ ആസ്തി 499 കോടിയിലേക്ക് വളർന്നിരിക്കുകയാണ്. വരുന്ന 3 വർഷത്തിനുള്ളിൽ 2500 കോടി ആസ്തി വർധനവിലേക്ക് കമ്പനി ലക്ഷ്യമിടുകയാണ്. ഇപ്പോൾ കേരളത്തിലുൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലാണ് സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസസ് പ്രവർത്തിക്കുന്നത്. അതിൽ വരുന്ന 3 വർഷത്തിനുള്ളിൽ 15 സംസ്ഥാനങ്ങളിലായിട്ട് 500ഓളം ബ്രാഞ്ചസാണ് സുപ്ര പസഫിക് ലക്ഷ്യമിടുന്നത്. 2500 കോടിയുടെ ആസ്തി വർധനവ് ഇപ്പോൾ ഉള്ള 700 സ്റ്റാഫ് മെമ്പേഴ്സിൽ നിന്ന് 2000-ലേക്ക് ഉയർത്തിക്കൊണ്ട് ഗോൾഡ് ലോണിലൂടെയും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ്, വാഹന ലോണുകൾ, അതുപോലെ തന്നെ ബിസിനസ് MSMEസിന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ, ഇങ്ങനെ ഉള്ള മേഖലകളിലൂടെ വളരുന്നതിനുള്ള ഒരു സാധ്യതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമിടുന്നത്. കോട്ടയം ഐമനം പഞ്ചായത്തിൽ 5.16 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം തകർന്നു വീഴാറായ അവസ്ഥയിലാണ്. 2021 ഉദ്ഘാടനം ചെയ്ത ഇൻഡോർ സ്റ്റേഡിയം ഇതുവരെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുമില്ല. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം സ്റ്റേഡിയത്തിന്റെ തറ മുഴുവൻ തകർന്നും പ്രവേശന ഭാഗം ഉൾപ്പെടെ നിലംപതിക്കാറായ സ്ഥിതിയിലുമാണ് ഉള്ളത്. നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കാണുമ്പോൾ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെയുണ്ട്. പക്ഷേ 5.25 കോടി രൂപയോളമാണ് ഇവിടെ കാട് മൂടിക്കിടക്കുന്നത്. പുറമേ നിന്നുള്ള കാഴ്ചകളേക്കാൾ ദയനീയമാണ് ഉള്ളിലെ കാഴ്ചകൾ. ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് 2021 ഉദ്ഘാടനം ചെയ്തതാണ് ഐമനത്തെ ഇൻഡോർ സ്റ്റേഡിയം. എന്നാൽ ഇതുവരെയും ഇത് പൊതുജനാവശ്യങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചതുപ്പ് നികത്തി കെട്ടിടം നിർമ്മിച്ചത് മൂലം ഉൾഭാഗത്തെ തറയാകെ ഇടിഞ്ഞു താണു. ഇതുമൂലം ഒരു തരത്തിലുമുള്ള കായിക വിനോദങ്ങൾക്ക് പറ്റാത്ത ഇടമായി ഇവിടം മാറി. സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൻ്റെ ഭാഗം പോലും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. നിർമ്മാണത്തിലെ അപാകതയാണ് ഇത്തരത്തിൽ കെട്ടിടം തകരാൻ കാരണമെന്നാണ് ജനപ്രതിനിധികൾ അടക്കം ആരോപിക്കുന്നത്. പുരോഗമന പദ്ധതി പരിപാടിയായിട്ട് ഏറ്റവും ഉയർത്തി കാണിച്ച ഒരു പരിപാടിയാണത്. പക്ഷേ ഇപ്പം നമ്മൾ നമുക്ക് നോക്കേണ്ടത് അത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗം തന്നെ ഇടിഞ്ഞ് താഴെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലെ തൂണുകൾ ഒരു നിൽക്കുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഏത് രീതി നോക്കിയാലും അപകടത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. നമുക്കൊരാൾക്ക് പോലും അതിനകത്ത് ആ സ്റ്റേഡിയത്തിനകത്ത് കയറാൻ പറ്റിയ അന്തരീക്ഷമല്ല, അപകടാവസ്ഥയാണ്. ഏത് സമയത്തും ഇടിഞ്ഞു വീണ് നിലം പൊത്താവുന്ന അവസ്ഥ. അതുപോലെ തന്നെ ചുറ്റുവട്ടം കാട് കയറുകയും മണ്ണുകൾ കൊണ്ട് മണ്ണടിച്ച് നികത്തി അവിടെ ഒരുമാതിരി ഇഴജന്തുക്കളുടെയും മറ്റ് പട്ടികളുടെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാകുകയും പിന്നെ അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമാകുകയും ചെയ്തിരിക്കുകയാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്പോർട്സ് എഞ്ചിനീയറിംഗ് വകുപ്പ് നടത്തിയ നിർമ്മാണത്തിന്റെ ചുമതല കിറ്റ്കോയ്ക്കായിരുന്നു.
5.16 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി 4.29 കോടി രൂപയും വകയിരുത്തി. പൊതുപ്രവർത്തകർ വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. കെട്ടിടം വേണ്ട വിധം സൂക്ഷിക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ ഇവിടം താവളമാക്കി. കെട്ടിടത്തിനുള്ളിലെ ഇലക്ട്രിക് വർക്കുകൾ എല്ലാം നശിപ്പിച്ച നിലയിലാണ്. അഗ്നിശമന ഉപകരണങ്ങളടക്കം നശിപ്പിച്ചു. സ്റ്റേഡിയത്തിൻ്റെ മുറ്റത്ത് ലോറിയിലെത്തിച്ച് മണ്ണ് തള്ളിയതുമൂലം 2 ആൾ പൊക്കത്തിൽ വരെ ഇവിടെ മൺകൂനകളാണ്. കെട്ടിടത്തിന് ചുറ്റും കാട് വളർന്ന് ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രവുമായി മാറി. ചതുപ്പ് നിലത്ത് നടത്തിയ അശാസ്ത്രീയ നിർമ്മാണം ഒരു വശത്ത്, അതോടൊപ്പം തന്നെ സാമൂഹ്യവിരുദ്ധർ തങ്ങളാൽ കഴിയുന്ന വിധം ഇവിടെയുള്ള സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം വീണ്ടും ഉയർന്നു വരുമ്പോഴും ഈ ചെലവഴിച്ച കോടികൾ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു ചോദ്യം ഇനി അവശേഷിക്കുകയാണ്. അയ്മനത്തു നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. നമസ്കാരം.